കനത്ത മഴയിൽ മൂന്നാർ ആറോ ജംഗ്ഷന് സമീപം വീണ്ടും മണ്ണിടിച്ചിൽ. ദിവസങ്ങൾക്ക് മുമ്പ് മണ്ണിടിഞ്ഞ് അപകടമുണ്ടായതിന് സമീപം തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിൽ ഈ ഭാഗത്തുണ്ടായിരുന്ന വഴിയോര കടകൾക്ക് നാശം സംഭവിച്ചു. കടകൾ അടഞ്ഞു കിടന്നിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല. പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഇപ്പോഴും നിലനിൽക്കുകയാണ്. മൂന്നാർ ടൗണിൽ ആറോ ജംഗ്ഷന് സമീപം വഴിയോര കടകൾ പ്രവർത്തിച്ചു വരുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. ഇവിടെ റോഡിനോട് ചേർന്ന് മുകൾ ഭാഗത്ത് വലിയ തിട്ടയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. ഇതിന് സമീപമായി തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ളത്. മുകളിൽ നിന്നും മണ്ണിടിഞ്ഞെത്തിയതിനെ തുടർന്ന് വഴിയോര കടകൾക്ക് നാശം സംഭവിച്ചു. മുമ്പ് മണ്ണിടിഞ്ഞപ്പോഴും കടകൾ തകർന്നിരുന്നു. ആദ്യ മണ്ണിടിച്ചിലിന് ശേഷം കടകൾ തുറക്കരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. കടകൾ അടഞ്ഞു കിടന്നിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. മണ്ണിടിഞ്ഞെങ്കിലും ഇതുവഴി ഗതാഗതത്തെ ബാധിച്ചിട്ടില്ല. വഴിയോര കടകൾക്കൊപ്പം വിനോദസഞ്ചാരികൾ വാഹനങ്ങൾ നിർത്തിയിടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം. മഴ തുടർന്നാൽ പ്രദേശത്ത് ഇനിയും മണ്ണിടിച്ചിലിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഈ ഭാഗത്തെ മരങ്ങളും അപകടാവസ്ഥയിലാണ്. സംഭവത്തെ തുടർന്ന് ദേവികുളം സബ് കളക്ടർ VA ആര്യ പ്രദേശം സന്ദർശിച്ച് സ്ഥിതി വിലയിരുത്തി. പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ചെയ്യുന്നത് സേഫ് ആയിരിക്കില്ല, അതുപോലെ കടകളാണെങ്കിലും പ്രവർത്തിക്കുന്നത് സേഫ് അല്ല. സോ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ. ഈ ഭാഗത്ത് വളർന്നു നിൽക്കുന്ന മരങ്ങൾ അപകടാവസ്ഥ ഉയർത്തുന്നുവെന്ന പരാതി കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ്. ഇതിനൊപ്പമാണ് ഇപ്പോൾ 2 തവണ ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ കൂടി സംഭവിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തെ വഴിയോര വിൽപ്പനയും വാഹന പാർക്കിങ്ങും നിയന്ത്രിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടേക്കുമെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, അടിമാലി.